ഞാൻ ഈ ചന്ദ്രനിലേക്കുള്ള യാത്രയെക്കുറിച്ച് ചന്ദ്രയാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമുണ്ട്. അതിനെക്കുറിച്ച് ഒരു ഫിലിം ചെയ്തയാളാണ് ഞാൻ 2010 ഇംഗ്ലീഷിലായിരുന്നു ആ ഫിലിം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നല്ല ഗവേഷണം നടത്തിയ ആളാണ്. ISROയിൽ പോയി പഠിച്ച ഒരാളാണ് ഇതിനെക്കുറിച്ച് തന്നെ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയം കൂടിയാണ് അത്. ആയതുകൊണ്ടാണ് ഇത് റോക്കറ്റിലല്ല ചന്ദ്രനിലേക്ക് പോകുന്നത്. നമ്മളുടെ ഭൂമിയുടെ ഒരു എന്താണ് ഒരു ആകർഷണ വലയത്തിന് പുറത്തേക്ക് സ്പേസിലേക്ക് ഈ ബഹിരാകാശ വാഹനത്തെ എത്തിക്കുന്ന ജോലി മാത്രമാണ് ഈ റോക്കറ്റിനുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ബഹിരാകാശ വാഹനം റോക്കറ്റിൽ നിന്ന് വേർപെടും. ഈ വാഹനം വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ ഈ ഭൂമിക്ക് ചുറ്റും ഇട്ട് കറക്കും കുറച്ച് ദിവസം. മനസ്സിലായില്ലേ? കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ISRO അത് ചെയ്യുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തണം. ഇത് എല്ലായിടത്തും അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ചെയ്യുമോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് സ്പേസിൽ വെച്ചാൽ. അതല്ലെങ്കിൽ അമേരിക്കയൊക്കെ വിട്ടത് ഒത്തിരി ദിവസമൊന്നും ഇല്ല, 1-2 കറക്കം കഴിഞ്ഞ് 35,000-40,000 കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് ഇത് കറങ്ങുന്നതെന്ന് ഓർക്കണം. ഇങ്ങനെ കറങ്ങിയിട്ട് ഇവനെ ഈ ഭൂമിയുടെ ഭ്രമണത്തിൽ നിന്ന് ഇവനെ വീണ്ടും അങ്ങോട്ട് വിടും. ഇവൻ പയ്യെ കുറെ ഓടി ഈ കറക്കം ഈ കറക്കം തുടർന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ എന്താണ് അപ്പോജി പെരിജി എന്ന് പറയും. അതായത് ഏറ്റവും ഭൂമിയുടെ ഇങ്ങനെ കറങ്ങുമ്പോഴും ഒരറ്റം ഭൂമിയുടെ അടുത്ത് വരും. ഇങ്ങനെയായിരിക്കും അത് കറങ്ങുക. ഇത് ഭൂമിയാന്നിരിക്കട്ടെ, ഇങ്ങനെയായിരിക്കും കറങ്ങുക. ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. മനസ്സിലായോ? ഇങ്ങനെയാണ് ആ കറക്കം. അപ്പോൾ ഇവിടെ അടുത്ത് വരുമ്പോൾ ഭൂമിയുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ കമാൻഡ് എല്ലാം ഫീഡ് ചെയ്യും. പിന്നെ വീണ്ടും ആവാൻ പോകും, പോയിട്ട് തിരിച്ചു വരും. വീണ്ടും ഇവിടെ വരുമ്പോൾ വീണ്ടും നമ്മൾ കമാൻഡ്സ് ഇവന് കൊടുക്കാനുള്ള കമാൻഡ്സും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കും. വീണ്ടും പോകും. ഇങ്ങനെ ഓടി ഒരു ഘട്ടം എത്തുമ്പോൾ ഇവനെ അവിടുന്ന് നേരെ തിരിച്ചിട്ട് ഒരു ഷേപ്പിൽ അവൻ തിരിച്ച് ചന്ദ്രന്റെ ഓർബിറ്റിലേക്ക് കറക്കും. പിന്നെ അവിടെ അതുപോലെ തന്നെയാണ് ചന്ദ്രന്റെ ഓർബിറ്റിലും. ഇത് ചന്ദ്രനാണെന്നിരിക്കട്ടെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ ഇങ്ങനെ വന്ന് ഇവിടെ കറങ്ങി ഇങ്ങനെ അടുത്തടുത്ത് വന്ന് പിന്നെ ചന്ദ്രന്റെ ചുറ്റും എത്തും. അവിടെ കറങ്ങിയാണ് അവിടെ ലാൻഡ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഈ ലാൻഡ് ചെയ്യുന്നത് പോയ വാഹനമല്ല, മനുഷ്യനുമായിട്ടാണ് പോകുന്നതെങ്കിൽ. ഇപ്പം മറ്റേ നീൽ ആംസ്ട്രോങ് ഒക്കെ പോയതോ അല്ലെങ്കിൽ അപ്പോളോ 13, 14 ഒക്കെ വരെയുള്ള പലതും പോകുന്നത് 2 വെഹിക്കിൾസാണ്. ഒന്നൊരു ഓർബിറ്ററുണ്ട്, അവൻ സ്ഥിരം ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ആ ചന്ദ്രൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനകത്തുനിന്ന് ഒരു ലാൻഡർ വെഹിക്കിൾ താഴോട്ട് ഇറങ്ങും. അതിൽ റോക്കറ്റുണ്ട്. ഇവൻ താഴേക്ക് പോയി റോക്കറ്റ് കത്തിച്ചാണ് ലാൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പോയി ഇടിച്ചിറങ്ങുമല്ലോ. മൂണിനും ഗ്രാവിറ്റി ഉണ്ട്, തീരെ കുറവാണ് ഭൂമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ ഉള്ളൂ. അവിടെ ഇറങ്ങി തിരിച്ച് റോക്കറ്റ് കൊണ്ട് തന്നെ കത്തിച്ച് അവൻ ചന്ദ്രൻ്റെ എന്താണ് ഓർബിറ്റിൽ കയറി ഈ വാഹനമായിട്ട് കണക്ട് ചെയ്ത് തിരിച്ചു വരും. തിരിച്ച് ഇവിടെ വന്ന് ഇവൻ ഇതേപോലെ തന്നെ ലാൻഡ് ചെയ്യും. ഇങ്ങനെ വന്ന് ഭൂമിയുടെ ഭ്രമണത്തിൽ കയറി ഇതേപോലെ തന്നെ പല നീണ്ട പ്രോസസ്സിലൂടെ കറങ്ങി അടുത്തടുത്തടുത്ത് ഭൂമിക്ക് ചുറ്റും ദൂരം കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ ഏതെങ്കിലും കടലിൽ, ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏതെങ്കിലും കടലിൽ കൊണ്ടുവന്ന് ചാടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും നമുക്ക് ഈ പത്രം വായിച്ചും ടിവിയിലെ റിപ്പോർട്ടർമാർ പറയുന്ന കഥ കേട്ടിട്ട് വളരെ എളുപ്പം തോന്നുന്നു. അപ്പം അതുപോലെ മലയാളികൾ അല്ലെങ്കിൽ കേരളം എന്നുള്ളത് കുറച്ചിങ്ങനെ എന്താ പറയാ ഫാസിനേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു റീസൺ എന്തായിരിക്കും? പുറം രാജ്യങ്ങളിൽ മലയാളി മോശക്കാരനല്ലല്ലോ. അല്ല, മലയാളിയെ നിങ്ങൾ വേറെ ലോകത്തിലെ പ്രൊഫഷണലായിട്ട് ഓടുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് നോക്കിയേ, അവൻ അവിടുത്തെ ഏറ്റവും മിടുക്കനായിട്ട് മാറാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്ന ഒരു സമൂഹമാണ്. അത്യാവശ്യം പിന്നെ ചില കുഴപ്പങ്ങളുണ്ട് മലയാളിക്ക്, അത് പോട്ടെ, അത് ഏത് സമൂഹത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ബ്രില്യൻസ് കുറവുണ്ടെന്ന് പറയാൻ പറ്റില്ല. മലയാളിക്ക് ഏത് കാര്യവും പെട്ടെന്ന് പഠിക്കും, ഏത് സിസ്റ്റത്തോടും അഡാപ്റ്റഡ് ആവും, പുതിയ ഏത് ടെക്നോളജി അവന് വഴങ്ങും. അത്യാവശ്യം എസ്തെറ്റിക് സെൻസും കലാബോധവും ഒരു നർമ്മബോധമൊക്കെ ഉണ്ട് മലയാളിക്ക്. എസ്തെറ്റിക് സെൻസ് കുറവാണെങ്കിലും നർമ്മബോധം ഭയങ്കര കൂടുതലാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് മലയാളികൾ ഒരു 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 നല്ല സമൂഹം തന്നെയാണ്. പക്ഷെ പ്രശ്നം ഇത്രയാണല്ലോ, മലയാളിക്ക് പ്രോപ്പർ ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു സംവിധാനം വേണം. മലയാളിയുടെ ലീഡർഷിപ്പ് എല്ലാം ഒരു ആവറേജ് മലയാളിയേക്കാൾ താഴ്ന്ന നിലവാരമുള്ളതാണ്. മലയാളിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, മലയാളിയുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ശരാശരി മലയാളിയേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ളതാണ്. അത് തന്നെ ലീഡർഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വിഷൻ തരുന്ന, നിങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന, നിങ്ങൾക്ക് ആശയങ്ങൾ തരുന്ന ആളുകളായിരിക്കണം. പലപ്പോഴും നമ്മൾ നോക്കിയേ, പല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്ന ചില കമൻറ്റ് കേട്ട് കഴിയുമ്പോൾ അയ്യെന്ന് നമുക്ക് തന്നെ തോന്നാറില്ലേ? ഇയാൾ എന്ത് മണ്ടത്തര ഈ പറയുന്നതെന്ന് തോന്നാറില്ലേ? അതിൻ്റെ അർത്ഥം എന്നാ? ഇവർ നമ്മളെക്കാൾ താഴെയാണെന്നല്ലേ അത് തരുന്നൊരു മെസ്സേജ്. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കണം ലീഡർ, അല്ലേ? നമ്മളെ എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ലീഡർ. നമുക്ക് പുതിയ ചിന്തകൾ തന്നുകൊണ്ടിരിക്കണം.
നമുക്ക് തെറ്റുപറ്റിയ തിരുത്താനുള്ള ധൈര്യം കാണിക്കണം. ഇവൻ എനിക്ക് വോട്ട് ചെയ്യേണ്ടവൻ, അതുകൊണ്ട് ഇവൻ പറയുന്ന മണ്ടത്തരം ഞാൻ യെസ് എന്ന് പറഞ്ഞേക്കാന്ന് പറയുന്നവൻ ലീഡറല്ല. അപ്പൊ നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കുറവാണെന്നാണോ? കുറവുണ്ട്. പക്ഷെ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അണ്ടർ നല്ലൊരു ലീഡർഷിപ്പ്. അതാണ്, നല്ല പവർഫുൾ ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല പണിക്കാരനാണ്. നല്ല സ്കില്ലുള്ള, നല്ല വൈദഗ്ധ്യമുള്ള നല്ലൊരു ഒരു 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 ഹ്യൂമൻ റിസോഴ്സ് നമുക്കുണ്ട്. ലീഡർഷിപ്പിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഇനി അത് ട്രെയിൻ ചെയ്തെടുക്കണം നമ്മുടെ അടുത്ത ജനറേഷനെങ്കിലും. ഇപ്പോൾ നമ്മുടെ നാട് കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡ്രീം എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ കൂടിയിട്ടും ഒട്ടുമിക്ക വെസ്റ്റേൺ ആൾക്കാർക്കും വരണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ റീസൺ ഈ പറഞ്ഞ പോലെ ഈ പച്ചപ്പും ഹരിതാപയും മാത്രമാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം മാത്രമാണോ, എന്തെങ്കിലും അവർ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്താണ് കേരളത്തിലുള്ളത്? ലോകത്തുള്ള വിദേശ രാജ്യങ്ങളുള്ള എല്ലാവർക്കും കേരളം കാണണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇവിടേക്ക് ടൂറിസ്റ്റുകൾ, വിദേശികൾ വരുന്നതിൽ വലിയ പ്രധാന കാരണം ഇവിടുത്തെ ടൂർ കമ്പനികളും ഇവിടുത്തെ റിസോർട്ടുകളും നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നടത്തുന്ന പ്രചാരണവും അവിടെ നടത്തുന്ന ക്യാമ്പയിൻ്റെയും പേരിൽ ആളുകൾ വരുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ അമേരിക്കയുടെ പരസ്യം കണ്ടിട്ടാവില്ല നിങ്ങൾ അമേരിക്കയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ല, ചൈനയുടെ ഒരു പരസ്യം കണ്ടിട്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ ചൈന ഏതെങ്കിലും ഒരാൾ ഒന്ന് ക്യാൻവാസ് ചെയ്തിട്ടാവണമെന്നില്ല. നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കാം ചൈന ഒന്ന് കാണണം, അല്ലെ തായ്ലൻഡിൽ പോകണമെന്ന് തായ്ലൻഡിൻ്റെ പരസ്യം കണ്ടിട്ടാണോ നിങ്ങൾ പോകുന്നത്? അല്ല, എന്ന് പറഞ്ഞതുപോലെ ഒരു സ്വാഭാവിക ഡെസ്റ്റിനേഷൻ അല്ല ഇവർക്കൊന്നും കേരളം. ഇതെനിക്കറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ ട്രാവൽ കമ്പനികൾ, ഇവിടുത്തെ ട്രാവൽ മാർട്ടുകൾ ലോകത്ത് പലയിടത്ത് നടത്തും. അവിടെയൊക്കെ കൗണ്ടറുകളിട്ട് അവിടെ വരുന്ന ടൂർ ഓപ്പറേറ്റേഴ്സിനെ, ആ രാജ്യത്തെ ടൂർ ഓപ്പറേറ്റേഴ്സിനെ കൺവിൻസ് ചെയ്ത് നിങ്ങൾ 10 പേരെ വിട്ടാൽ ഇത്ര കമ്മീഷൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അവർക്കുള്ള ഓഫറുകളൊക്കെ കൊടുത്താണ് ഈ ആളുകളെ കൊണ്ടുവരുന്നത്. സാധാരണക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റിന്റെയും പുറകിൽ ഏതോ ഒരു ഏജൻസിയുടെ അധ്വാനം നടക്കുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന ഓരോ ടൂറിസ്റ്റിനും വേണ്ടി കമ്മീഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. ടൂർ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് പല ലെവൽ ടൂർ ഓപ്പറേറ്റേഴ്സ്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്തിട്ട്, ഒരു കാറ് നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രയോ പേരുടെ പ്രവർത്തനമുണ്ട് അല്ലേ? മാനുഫാക്ചർ ചെയ്യുന്നവനുണ്ട്, അതിൻ്റെ ഇന്ത്യയിലെ ഡീലറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിൻ്റെ ലൈസൻസ് എടുത്ത ഏജൻസി ഉണ്ട്, പിന്നെ നിങ്ങളുടെ ലോക്കൽ ഡീലറുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞല്ലേ നിങ്ങളുടെ അടുത്ത് ഈ കാർ എത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു ടൂറിസ്റ്റ് കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും അവനെ ഇവിടേക്ക് ആ നാട്ടിൽ നിന്ന് കയറ്റിവിടുന്ന ഒരു ഏജൻസി, ഒരു സംവിധാനമുണ്ട്. അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിരിക്കും, അവരുടെ ആപ്പായിരിക്കും ഇന്നത്. അവർക്കതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്, അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രചാര പ്രവണത നടത്തുന്നുണ്ട്. പ്രചാരം നടത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും വേണ്ടേ? ആരാണ് ഈ പ്രചാരം നടത്തുന്നത്? ഇവിടുത്തെ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി ആയിരിക്കാം, ഇവിടുത്തെ ഒരു ടൂർ കമ്പനി ആയിരിക്കാം, ഇൻബൗണ്ട് ടൂർ നടത്തുന്ന ഏതെങ്കിലും ഒരു കമ്പനി ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടായിരിക്കാം. ഈ റിസോർട്ടുകളെല്ലാം വർഷത്തിൽ പലതവണ വിദേശ രാജ്യങ്ങളിൽ പോയി ട്രാവൽ മാർട്ടുകളിൽ പോയി കേരളത്തെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അവർ അവിടുത്തെ ഏജൻസികൾ വഴി, അവിടുത്തെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ വഴി ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരിക. അതിൻ്റെ അളവ് കുറഞ്ഞപ്പോഴാണ് ഈ കോവിഡിന് ശേഷം കേരളത്തിലേക്ക് വിദേശികളുടെ വരവ് കുറഞ്ഞു. ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അത് മുഴുവൻ ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ്. വിദേശ ടൂറിസ്റ്റുകളുടെ ഒരു ഫാസിനേറ്റിംഗ് ഡെസ്റ്റിനേഷൻ അല്ലാതായിട്ടുണ്ട് കേരളം ഇപ്പോൾ. കാരണം അവരെ എക്സൈറ്റ് ചെയ്യുന്ന കാഴ്ചകൾ, പച്ചപ്പും കായലും പ്രകൃതി എന്ന് പറയുന്നത് നിങ്ങൾ ആരെയോടെയാണ് കാണിച്ച് പേടിപ്പിക്കുന്നത്? സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നവനെയോ? അല്ലെങ്കിൽ മലേഷ്യയും ഇന്തോനേഷ്യയും തായ്ലൻഡും ബാലിദ്വീപും ഒക്കെ കണ്ടിട്ട് വരുന്നവനെയോ? നമ്മൾ ലോകം കുറെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, സൗന്ദര്യബോധത്തോടെ കാലത്തിനനുസരിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അവർക്കങ്ങനെ വലിയ ഭ്രമമൊന്നുമില്ല. കേരളം കണ്ടേ 1000 പേര് കേരളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ 10 പേരുടെ അഭിപ്രായം നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ ഇനി ശിഷ്ടകാലം ഇവിടെ ജീവിക്കുന്നു. ഇതിപ്പോൾ നമ്മളെവിടെ ചെന്നാലും ഞാനും പറയുന്നല്ലേ. അവർ വന്ന് എയർപോർട്ടിൽ വന്ന് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ രാജ്യം? ആഹാ ബോർന്ന് പറഞ്ഞിട്ട് ഞാൻ പോരും അവിടുന്ന്. ഇല്ല, ഒരിക്കലില്ല.